നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൊത്തവിലക്കയറ്റം ജൂണിൽ 0.8% ഉയരാൻ സാധ്യതയെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മെയ് മാസത്തിൽ ഇത് 0.39%. അപൂർവ ധാതുക്കളുടെ ഉൽപാദനത്തിനായി 1345 കോടി രൂപയുടെ സർക്കാർ പദ്ധതി. ഇതിനായി മന്ത്രിതല സമിതി രൂപീകരിച്ചു. താരിഫ് കത്തുകൾ ലഭിക്കാത്ത വ്യാപാര പങ്കാളികൾ ബ്ലാങ്കറ്റ് താരിഫ് നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ 15%, 20% താരിഫ് നൽകേണ്ടി വരും. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 35% തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ തീരുവ പ്രാബല്യത്തിൽ. ആഗോളവൽക്കരണം പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വടക്കുകിഴക്കൻ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്യും. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 689 പോയിന്റ് ഇടിഞ്ഞ് 82,500-ലും നിഫ്റ്റി 205 പോയിന്റ് ഇടിഞ്ഞ് 25,149-ലും ക്ലോസ് ചെയ്തു. സെൻസെക്സ് ഓഹരികളിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഭാരതി എയർടെൽ, ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റാൻ, HCL ടെക്, ബജാജ് ഫിനാൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ട്രെൻഡ്, ഇൻഫോസിസ്, HDFC ബാങ്ക് എന്നിവ ഇടിവ് രേഖപ്പെടുത്തി. അതേസമയം ആക്സിസ് ബാങ്ക്, NTPC, എറ്റേണൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ നേട്ടമുണ്ടാക്കി. സെക്ടറൽ സൂചികളിൽ FMCG, ഫാർമ എന്നിവ ഒഴികെ മറ്റെല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. BSE മിഡ് ക്യാപ് സൂചിക 0.65%, സ്മോൾ ക്യാപ് സൂചിക 0.7% ഇടിഞ്ഞു. മൊത്തവിലക്കയറ്റം ജൂണിൽ 0.8% ഉയരാൻ സാധ്യതയുണ്ടെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മെയ് മാസത്തിൽ ഇത് 0.39%. ഭക്ഷ്യവസ്തുക്കളുടെയും ഇന്ധനത്തിന്റെയും വില ഒഴിവാക്കുന്ന കോർ WPI മെയ് മാസത്തിൽ 0.86%-ൽ നിന്ന് ജൂണിൽ 1.63% കുത്തനെ ഉയർന്നുവെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം വാർഷികാടിസ്ഥാനത്തിൽ മിതമായെങ്കിലും പ്രതിമാസ വിലകളിൽ വർധനവുണ്ടായി. മെയ് മാസത്തിൽ 1.72%-ൽ നിന്ന് ജൂണിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില സൂചിക 0.60% കുറഞ്ഞു. താരിഫ് യുദ്ധങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങളും നിലവിലുള്ള ഭൂരാഷ്ട്രീയ സംഘർഷങ്ങളും കാരണം ആഗോള ചരക്ക് വിലകൾ അസ്ഥിരമായി തുടരുമെന്ന് ബാങ്ക് പറഞ്ഞു. ആഗോള വിതരണത്തിലെ ദുർബലമായ ഡിമാൻഡും വളർച്ചയെ പരിമിതപ്പെടുത്തിയേക്കാം. മഴക്കാലത്തിന്റെ പുരോഗതിയെ ആശ്രയിച്ച കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില അനിശ്ചിതത്വത്തിൽ തുടരാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അപൂർവ ധാതുക്കളുടെ ഉൽപാദനത്തിനായി 1345 കോടി രൂപയുടെ സർക്കാർ പദ്ധതി. ഇതിനായി മന്ത്രിതല സമിതി രൂപീകരിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾ, ഇലക്ട്രോണിക്സ്, പുനരുപയോഗ സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന നിർണായക കാന്ത ഘടകങ്ങളുടെ ഇറക്കുമതി കുറയ്ക്കുന്നതിന് റെയർ എർത്ത് മാഗ്നറ്റ് പ്രോസസിംഗ് പദ്ധതിക്കുള്ള നിർദ്ദേശം ഖനവ്യവസായ മന്ത്രാലയം മുന്നോട്ടുവച്ചു. നിർദ്ദിഷ്ട പദ്ധതിക്ക് 1345 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുണ്ടെന്ന് കേന്ദ്ര ഖനവ്യവസായ മന്ത്രി HD കുമാരസ്വാമി സ്ഥിരീകരിച്ചു. തന്ത്രപരമായ മേഖലകളിൽ ഇന്ത്യയുടെ നിർമ്മാണശേഷി ശക്തിപ്പെടുത്താനുള്ള സർക്കാരിന്റെ വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി. ഇലക്ട്രിക് മൊബിലിറ്റി, വിൻഡ് ടർബൈനുകൾ, പ്രതിരോധ ആപ്ലിക്കേഷനുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന മോട്ടോറുകൾക്ക് അപൂർവ എർത്ത് മാഗ്നറ്റുകൾ, പ്രത്യേകിച്ച് നിയോഡൈമിയം അടിസ്ഥാനമാക്കിയുള്ള കാന്തങ്ങൾ നിർണായകമാണ്. അപൂർവ ഭൗമകാന്തങ്ങളുടെ ഗണ്യമായ ശേഖരം ഇന്ത്യയ്ക്കുണ്ടെങ്കിലും നിലവിൽ ഇന്ത്യ മിക്ക അപൂർവ ഭൗമകാന്തങ്ങളും ഇറക്കുമതി ചെയ്യുന്നു. നിർമ്മാതാക്കൾക്കുള്ള പ്രോത്സാഹനങ്ങൾ, ഗവേഷണ വികസന സാങ്കേതിക പങ്കാളിത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, കാന്ത ഉൽപാദനത്തിനായി ഒരു ആഭ്യന്തര വിതരണ ശൃംഖല നിർമ്മിക്കുന്നതിന് സ്വകാര്യ മേഖലാ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കൽ എന്നിവ നിർദ്ദിഷ്ട പദ്ധതിയിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോളവൽക്കരണം പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വടക്കുകിഴക്കൻ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്യും. മാനവികതയ്ക്കും ധാർമ്മിക രീതികൾക്കും ഊന്നൽ നൽകി പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുന്ന ആഗോളവൽക്കരണത്തിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആഹ്വാനം ചെയ്തു. നമ്മെ തുടച്ചു നീക്കാൻ പോകുന്ന ആഗോളവാദം നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ബിസിനസിനെ കൂടുതൽ ഉത്തരവാദിത്തമുള്ള രീതികളുമായി ഉൾപ്പെടുത്തുക എന്നതാണ്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നടന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് നോർത്ത് ഈസ്റ്റ് കോൺക്ലേവിൽ സംസാരിച്ച ധനമന്ത്രി പറഞ്ഞു,
വടക്കുകിഴക്കൻ മേഖലയെ നിയന്ത്രിക്കുന്ന ധാർമ്മിക തത്വങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സീതാരാമൻ സംസാരിച്ചത്. വടക്കുകിഴക്കൻ മേഖലയ്ക്ക് രാജ്യത്തുടനീളം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമതയിലും സാധനങ്ങൾ എത്തിക്കുന്നതിന് എയർലിഫ്റ്റിംഗ്, വെയർഹൌസിംഗ് സൗകര്യങ്ങൾ പോലുള്ള മികച്ച ലോജിസ്റ്റിക് ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകത ധനമന്ത്രി ഊന്നിപ്പറഞ്ഞു. രാജ്യം ഇനിയും ഒട്ടേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. വടക്കുകിഴക്കൻ മേഖലയുടെ സമഗ്രമായ പുരോഗതി അസാധ്യമാണെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 55 രൂപയും പവന് 440 രൂപയുമാണ് വർദ്ധിച്ചത്. സ്വർണം ഗ്രാമിന് 9,075 രൂപയും പവന് 72,600 രൂപയുമാണ് വിപണി വില. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇന്ന് വർധന രേഖപ്പെടുത്തി. ഗ്രാമിന് 40 രൂപ ഉയർന്ന് 7,435 രൂപയിലാണ് വ്യാപാരം നടന്നത്. വെള്ളിവിലയിലും ഇന്ന് മാറ്റമുണ്ട്. ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 118 രൂപയിലായിരുന്നു വ്യാപാരം. കേരള വാർത്തകൾ നോക്കാം. സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശ്ശേരി. തിരികെ എത്തിയ പ്രവാസികൾക്കായുള്ള സംരംഭകത്വ ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NDPREM പദ്ധതിയുടെ ഭാഗമായി സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ സഹകരണത്തോടെയാണ് സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഒരുക്കുന്നതിന്റെ ഭാഗമായി 7 നിയമങ്ങൾ സംസ്ഥാന സർക്കാർ പൊളിച്ചെഴുതിയെന്നും നോർക്ക റൂട്ട് CEO അജിത് കോളശ്ശേരി പറഞ്ഞു. സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട അനുമതി നൽകേണ്ട 21 വകുപ്പുകളുടെ 75 സേവനങ്ങൾ K-Swift എന്ന ഒറ്റ പ്ലാറ്റ്ഫോം വഴി ലഭ്യമാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരികെ എത്തിയ പ്രവാസികൾക്ക് സംരംഭം തുടങ്ങുന്നതിനാവശ്യമായ ബോധവൽക്കരണം, വായ്പാ സൗകര്യം, വിദഗ്ധ ഉപദേശം, പദ്ധതി രേഖ തയ്യാറാക്കൽ, സംരംഭം തുടങ്ങിയ ശേഷം പ്രശ്നങ്ങളുണ്ടായാൽ സഹായം തുടങ്ങിയവ നോർക്ക റൂട്ട്സ് ലഭ്യമാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം തൈക്കാടുള്ള CMD ഓഫീസ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നോർക്ക റൂട്ട്സ് തിരുവനന്തപുരം സെന്റർ മാനേജർ S. സഫറുള്ള അധ്യക്ഷത വഹിച്ചു. CMD ഡയറക്ടർ ഡോക്ടർ C. ജയശങ്കർ പ്രസാദ്, നോർക്ക റൂട്ട്സ് അസിസ്റ്റന്റ് മാനേജർ ജെൻസി ജോസി തുടങ്ങിയവർ സംസാരിച്ചു. മൈഫിൻ TV, തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് സംഗമമായ ഹഡിൽ ഗ്ലോബലിന്റെ 7ാം പതിപ്പിന് ഡിസംബറിൽ കോവളത്ത് തിരിതെളിയും. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ ഡിസംബർ 11 മുതൽ 13 വരെ കോവളം റാവിസ് ഹോട്ടലിൽ നടക്കുന്ന ഹഡിൽ ഗ്ലോബൽ 2025 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥയുടെ ഒരു നിറചിത്രമാണ് ഹഡിൽ ഗ്ലോബൽ. അത്യാധുനിക സാങ്കേതികവിദ്യ ഉൽപ്പന്നങ്ങളും ആശയങ്ങളും കൈമുതലായ സ്റ്റാർട്ടപ്പുകൾക്ക് അപാര സാധ്യതകളാണ് ഇത് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രായഭേദമന്യേ ആർക്കും ഇതിൻ്റെ ഭാഗമാകാം. 15ലധികം രാജ്യങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് പ്രതിനിധികൾ ഇത്തവണത്തെ ഹഡിൽ ഗ്ലോബലിൻ്റെ ഭാഗമാകും. ലോകമെമ്പാടുമുള്ള 200ലധികം നിക്ഷേപകരെത്തുന്ന സ്റ്റാർട്ടപ്പ് സംഗമത്തിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള 4000-ലധികം സ്റ്റാർട്ടപ്പുകൾ, 100 ഏഞ്ചൽ നിക്ഷേപകർ, നയരൂപകർത്താക്കൾ, മെന്റർമാർ, NHIകൾ, കോർപ്പറേറ്റുകൾ, പ്രഭാഷകർ തുടങ്ങിയവർ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്ക് നൂതനാശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും മൂലധനം സമാഹരിക്കുന്നതിനും പ്രഗത്ഭരായ വ്യവസായ സംരംഭകരുടെ മെന്റർഷിപ്പ് സ്വീകരിക്കുന്നതിനുമുള്ള ചലനാത്മക വേദിയായി ഹഡിൽ ഗ്ലോബൽ 2025 മാറും. നിർമ്മിത ബുദ്ധി, ഫിൻടെക്, ബ്ലോക്ക് ചെയിൻ, ഹെൽത്ത് ടെക്, ലൈഫ് സയൻസ്, ഓഗ്മെന്റഡ് വെർച്വൽ റിയാലിറ്റി, സ്പേസ് ടെക്, ഗവേണൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഭാവി മേഖലകളെ ഹഡിൽ ഗ്ലോബൽ ഉയർത്തിക്കാട്ടും. ഈ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകൾ മികച്ച ആശയങ്ങൾ അവതരിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിക്ഷേപകരുമായുള്ള തത്സമയ ചർച്ചകൾ, പൈലറ്റ് ഫണ്ടിംഗ്, ആഗോള വിപണി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് അറിയാനുള്ള അവസരവും ലഭ്യമാകും. ഇൻവെസ്റ്റർ ഓപ്പൺ പിച്ചുകൾ, ഫൗണ്ടേഴ്സ് മീറ്റ്, ഇമ്പാക്ട് 50, പിച്ച് ഇറ്റ് റൈറ്റ്, സൺഡൗൺ ഹഡിൽ, റൗണ്ട് ടേബിളുകൾ എന്നിങ്ങനെയുള്ള സെഷനുകൾ ഇക്കൊല്ലത്തെ ഹഡിൽ ഗ്ലോബലിൽ ഉണ്ടാകും. പിച്ച് മത്സരങ്ങൾ, സ്റ്റാർട്ടപ്പ് എക്സ്പോകൾ, നിക്ഷേപക സംഗമങ്ങൾ, ഫയർസൈഡ് ചാറ്റുകൾ, മാസ്റ്റർ ക്ലാസുകൾ, ക്യൂറേറ്റഡ് നെറ്റ്വർക്കിംഗ് അനുഭവങ്ങൾ എന്നിവയും സ്റ്റാർട്ടപ്പ് സംഗമത്തെ ആകർഷകമാക്കും. മൈഫിൻ TV, തിരുവനന്തപുരം. രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് ആദ്യ കണ്ടെയ്നർ കപ്പൽ ബർത്ത് ചെയ്തതിന്റെ 1ാം വാർഷികമാണിന്ന്. ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന കുതിപ്പാണ് ഈ കാലയളവിൽ വിഴിഞ്ഞം നടത്തിയതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. കൂറ്റൻ മദർഷിപ്പുകൾക്ക് വിഴിഞ്ഞം ആതിഥ്യമരുളാൻ തുടങ്ങിയിട്ട് 1 വർഷം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റണ്ണിന് തുടക്കമിട്ട് 2024 ജൂലൈ 11 SMC സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പായിരുന്നു ആദ്യമായി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടത്. 2024 ഡിസംബറിൽ
കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ചു. ഒരു വർഷത്തിനിടെ 400ഓളം കപ്പലുകൾ വന്നുപോയി. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ എന്ന് വിശേഷിക്കപ്പെടുന്ന MSC ഐറീന ഉൾപ്പെടെ 23 അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഐറീന ഉൾപ്പെടെ പല കപ്പലുകളും ഇന്ത്യയിൽ ആദ്യമായാണ് ബർത്ത് ചെയ്തത്. ഇതുവരെ 8.3 ലക്ഷം കണ്ടെയ്നറുകൾ വിഴിഞ്ഞം കൈകാര്യം ചെയ്തു. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി ആദ്യ മാസങ്ങളിൽ തന്നെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം നടത്തിയ ലോകത്തെ അപൂർവം പോർട്ടുകളിലൊന്നായി വിഴിഞ്ഞം മാറിയതായി തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ഓട്ടോമേഷൻ, AI ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച തുറമുഖം പ്രവർത്തിപ്പിക്കാൻ ഇന്ത്യക്ക് ശേഷിയുണ്ടെന്ന ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ വിഴിഞ്ഞം വഴിയൊരുക്കിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 4 മാസങ്ങളായി ഇന്ത്യയിലെ തെക്ക് കിഴക്കൻ തീരത്തെ തുറമുഖങ്ങളിൽ വിഴിഞ്ഞം തന്നെയാണ് ഒന്നാമത്. വിഴിഞ്ഞം പ്രദേശത്തെ വനിതകളെ പരിശീലിപ്പിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ ഓട്ടോമേറ്റഡ് ക്രെയിൻ ഓപ്പറേറ്റർമാരാക്കിയത് രാജ്യാന്തര തലത്തിൽ വളരെ ശ്രദ്ധ നേടി. 1-ാം വർഷം അഭിമാനത്തോടെ ആഘോഷിക്കുന്നതിനൊപ്പം ഏതാണ്ട് 10,000 കോടിയിലേറെ ചെലവ് പ്രതീക്ഷിക്കുന്ന 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഉടൻ തുടങ്ങുമെന്നും മന്ത്രി VN വാസവൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇന്ത്യയുടെ മാരിടൈം മേധാവിത്വത്തിലേക്കുള്ള പടിവാതിലായി വിഴിഞ്ഞം വളരുമെന്നും അദ്ദേഹം പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. മൊത്തവിലക്കയറ്റം ജൂണിൽ 0.8% ഉയരാൻ സാധ്യതയെന്ന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മെയ് മാസത്തിൽ ഇത് 0.39%. അപൂർവ ധാതുക്കളുടെ ഉൽപാദനത്തിനായി 1345 കോടി രൂപയുടെ സർക്കാർ പദ്ധതി. ഇതിനായി മന്ത്രിതല സമിതി രൂപീകരിച്ചു. താരിഫ് കത്തുകൾ ലഭിക്കാത്ത വ്യാപാര പങ്കാളികൾ ബ്ലാങ്കറ്റ് താരിഫ് നേരിടേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ 15%, 20% താരിഫ് നൽകേണ്ടി വരും. കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 35% തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ തീരുവ പ്രാബല്യത്തിൽ. ആഗോളവൽക്കരണം പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കണമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വടക്കുകിഴക്കൻ മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും നിർമ്മല. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.